എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് വിദ്യാർത്ഥികളോട് സ്റ്റുഡൻറ് പോർട്ടൽ ചെക്ക് ചെയ്യണമെന്നുള്ളത്. വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നവർ തോറ്റ വിഷയങ്ങൾ ജയിക്കും. വിശദമായ വാർത്തയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല റിസൾട്ടുകളും വരുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഫെയിലായി കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളോട് പറയുന്നൊരു കാര്യമാണ്, അതേ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ് പോർട്ടലിൽ വരുമ്പോൾ വിദ്യാർത്ഥികൾ പാസ്സായി കാണാറുണ്ട്. ഈ പ്രവണത വാസ്തവം തന്നെയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. ദിവസത്തിൽ ഒരു തവണയെങ്കിലും വിദ്യാർത്ഥികളോട് സ്റ്റുഡൻറ് പോർട്ടലിൽ ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായി ഇതിനു മുമ്പ് സ്റ്റുഡൻറ് പോർട്ടലുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളോട് കൃത്യമായി ഇൻഫോം ചെയ്യാറുമുണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല റിസൾട്ടുകളും പ്രസിദ്ധീകരിക്കുമ്പോൾ അത് സ്റ്റുഡൻറ് പോർട്ടലിൽ വരാൻ കുറച്ച് ടൈമൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വന്നു, പക്ഷെ എന്നാൽ ഇതുവരെ സ്റ്റുഡൻറ് പോർട്ടലിൽ വന്നിട്ടില്ല എന്ന് പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇനി തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ സപ്ലി എഴുതണമെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. എന്തായാലും നവംബർ ഡിസംബർ ഒക്കെ അത് എക്സാം കോൾ ഫോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും അത്രയൊന്നും പോവില്ല. അതിനു മുമ്പൊക്കെ എന്തായാലും സ്റ്റുഡൻറ് പോർട്ടലിൽ റിസൾട്ട് വരും. ദിവസത്തിൽ അത്രയൊന്നും വൈകുമെന്നല്ല പറഞ്ഞു വരുന്നത്. എന്തായാലും ഈ മാസത്തിനകം തന്നെ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ് പോർട്ടലിലൊക്കെ റിസൾട്ട് ലഭ്യമാകും. പല റിസൾട്ടുകളും ഇതിനോടകം സ്റ്റുഡൻറ് പോർട്ടലിൽ വന്നിട്ടുണ്ട്. റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ് പോർട്ടലിൽ കയറി പരിശോധിക്കുക. നമ്മൾ എപ്പോഴും സ്റ്റുഡൻറ് പോർട്ടലുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളുമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ചെക്ക് ദ സ്റ്റുഡൻറ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ റിസൾട്ട്. ചെക്ക് ദ സ്റ്റുഡൻറ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ റിസൾട്ട്സ്. കാരണം പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോൾ ഫെയിലാകുകയും അതേസമയം ആ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പല വിദ്യാർത്ഥികളും ജയിക്കുന്നതായ ഒരു കാര്യം നിലവിലുണ്ട്. പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോൾ സ്റ്റാറ്റസ് ഓഫ് റിസൾട്ട് എന്നതിൽ ഫെയിൽ എന്ന് കാണിക്കും. എന്നാൽ അതേ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ പാസ്സായി പോവാറുമുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം തിരിച്ച് സംഭവിക്കാറുണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. റിസൾട്ട് വരുമ്പോൾ പാസ്സാകുകയും അതേ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ വിദ്യാർത്ഥി ഫെയിലാകുകയും ചെയ്യാറുണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കാറുള്ളൊരു സംശയം തന്നെയാണ്. ഇല്ല, അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. നോ എന്നാണ് ആൻസർ. അതായത് നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ പാസ്സാകുകയും ആ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ ഫെയിലാകുകയും ചെയ്യുന്ന ഒരു പ്രവണത പല സ്റ്റുഡൻറ് പോർട്ടലിൽ വരുമ്പോൾ ഫെയിലാകുകയും ചെയ്ത പ്രവണത ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് വരുമ്പോൾ പാസ്സായ വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ് പോർട്ടലിൽ വരുമ്പോൾ തോൽക്കുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. എന്തായാലും തോൽക്കില്ല. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചിലപ്പോൾ ഫെയിലായി പോയ വിദ്യാർത്ഥികൾ ആ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ് പോർട്ടലിൽ വരുമ്പോൾ പാസ്സായി പോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല വീഡിയോകൾ സ്റ്റുഡൻറ് പോർട്ടലുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോകളിലും നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യമാണ്, ചെക്ക് ദ സ്റ്റുഡൻറ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ റിസൾട്ട്സ് വിത്തിൻ എവരി ഡേ. ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ് പോർട്ടൽ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് കൃത്യവും വ്യക്തവുമാണെന്ന് ഉറപ്പുവരുത്തുക. അതുമാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കുക. എന്തായാലും തോറ്റ വിഷയങ്ങൾ ജയിക്കാറുണ്ട്. എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കുമെന്നല്ല പറഞ്ഞത്. എന്നാലും ഏകദേശം കുറച്ചൊക്കെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിച്ച് കാണാറുണ്ട്. എന്തായാലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ് പോർട്ടൽ ചെക്ക് ചെയ്യുക. ചെക്ക് ദ സ്റ്റുഡൻറ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ റിസൾട്ട്സ്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.